സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിക്കുന്ന, അവന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന, അവനെ കളവാക്കുന്ന, അവന് അനുസരണക്കേട് കാണിക്കുന്ന അടിമകൾക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള ഭവനമാണ് നരകം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, നരകത്തെ ഒരുക്കിയിട്ടുണ്ട്, അതിൽ ശിക്ഷകൾ നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ പറഞ്ഞുകൊണ്ടാണ് അവന്റെ അടിമകളെ അവൻ ഭയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹും യൗമൽ ഖിയാമ, തീർച്ചയായും നഷ്ടം പറ്റിയവർ എന്നുള്ളത്, നഷ്ടം പറ്റിയവർ അവർ അവരുടെ സ്വന്തത്തെയും അവരുടെ ആളുകളെയും നാശത്തിലാക്കിയവരാണ്. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലിയ നഷ്ടം. ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ, അവിടെ നരകത്തിൽ അവരുടെ മുകളിൽ തീയിന്റെ തട്ടുകൾ ഉണ്ടാകും. വമിൻ തഹ്തിഹിം ദുലലുൻ ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ്, അവരുടെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ തീയിന്റെ തട്ടുകളാണ് ഉണ്ടാവുക. തന്റെ അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുന്നത് ഈ നരകത്തെ പറഞ്ഞുകൊണ്ടാണ്. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ്, അവന്റെ അടിമകളെ അല്ലാഹു ഭയപ്പെടുത്തുന്നത് ഈ നരകത്തെ പറഞ്ഞുകൊണ്ടാണ്. യാ ഇബാദി ഫത്തഖൂൻ, അതുകൊണ്ട് എന്റെ അടിമകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നരകം ഭയാനകമാണ്, അതിലെ ശിക്ഷകൾ ഭയാനകമാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ, മുൻഗാമികൾ പറഞ്ഞതുപോലെ നരകത്തെ എങ്ങാനും നീ കണ്ടാൽ നിന്റെ ഖൽബ് അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകും. സഹോദരങ്ങളെ, ദുനിയാവിന്റെ ഏതൊരു ആസ്വാദനങ്ങൾ നാം ആസ്വദിച്ചാലും, എന്തെല്ലാം സുഖസൗകര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, അതെല്ലാം നരകത്തിലെ ഒരു നിമിഷം കൊണ്ട് നാം മറന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയാ മിൻ അഹ്ലിൻ നാർ, ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ച, ഏറ്റവും അനുഗ്രഹങ്ങൾ ആസ്വദിച്ച നരകാവകാശിയായ വ്യക്തിയെ നാളെ കൊണ്ടുവരും. യൗമൽ ഖിയാമ ഫയുസ്ബിഖു ഫിന്നാരി സബഗതൻ, അവനെ നരകത്തിലേക്ക് ഒന്ന് മുക്കിയെടുക്കും. ഒരു നിമിഷം അവൻ അതിലേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് എടുക്കും. തുമ്മ യുഖാൽ, എന്നിട്ട് അവനോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, ഏ മനുഷ്യ, നീ ഇതുവരെ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഖൈർ നിനക്കുണ്ടായിട്ടുണ്ടോ? ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം നീ ഇതുവരെ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അയാൾ മറുപടി പറയും, ഫയഖൂൽ ലാ വല്ലാഹി യാ റബ്ബ് ഇല്ലാ റബ്ബ ഇല്ല, അല്ലാഹുവാണ് ഇല്ല എന്ന് ആ വ്യക്തി പറയും. അതേ സഹോദരങ്ങളെ, നരകം ഭയാനകമാണ്. നരകത്തെ കുറിച്ചുള്ള ഭയം, നരകത്തെ ആലോചിക്കുമ്പോൾ ദുഃഖം, പേടി നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടന്നാൽ പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, അല്ലാഹുവിന് സ്തുതി, ഞങ്ങളിൽ നിന്ന് ദുഃഖം ഒഴിവാക്കി അല്ലാഹുവിന് സ്തുതി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലഖദ് കാബദു ഫിദ്ദുനിയാ ഹുസ്നൻ ശദീദൻ, അതെ, ആ സ്വർഗാവകാശികൾ ദുനിയാവിൽ വളരെ കഠിനമായ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പുണ്ടായ ആളുകൾക്ക് പോലെ പല ബുദ്ധിമുട്ടുകളും അവർക്ക് ബാധിച്ചിട്ടുണ്ട്. വല്ലാഹി, അല്ലാഹുവാണ്, ആ സ്വർഗാവകാശികളെ ദുഃഖിപ്പിച്ചത് മറ്റുള്ള ജനങ്ങളെ ദുഃഖിപ്പിച്ച കാര്യങ്ങളല്ല. മറ്റുള്ള ജനങ്ങൾ എന്ത് വിഷയത്തിലാണോ ദുഃഖിച്ചത് അതല്ല സ്വർഗാവകാശികൾ ദുനിയാവിൽ അനുഭവിച്ച ദുഃഖം. വലാകിൻ അബ്കാഹും വഹസനഹും അൽ ഖൗഫ് മിനൻ നാർ, അവരെ കരയിപ്പിച്ചതും അവരെ ദുഃഖിപ്പിച്ചതും നരകത്തെക്കുറിച്ചുള്ള ഭയമാണ്. നരകത്തെക്കുറിച്ചുള്ള ഭയമാണ്. സഹോദരങ്ങളെ, നാം ചിന്തിച്ചിട്ടുണ്ടോ നരകത്തിൽ നമ്മുടെ അവസ്ഥ? ആ നരകത്തിലെ സ്ഥാനത്താണ് നമ്മളെങ്കിൽ നാം ഏതൊരു അവസ്ഥയിലായിരിക്കുമെന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ നരകത്തിനെ കുറിച്ചുള്ള ഭയം നമ്മെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടോ? ആ നരകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ? ആ നരകത്തെ കുറിച്ചുള്ള ചിന്ത അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ? നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവരെ കാണാം. തൗസ് റഹിമഹുല്ലാ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം ഖിബലയിലേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, തയ്യറ ദിക്റു ജഹന്നം നൗമൽ ആബിദീൻ, ആബിദീങ്ങളുടെ ഉറക്കം അതാ നരകത്തെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരിക്കൽ റബീഅ ഇബ്നു ഖൈസം റഹിമഹുള്ളയുടെ മകൾ ഉപ്പയോട് ചോദിക്കേണ്ടായി, യാ അബതി, ഹേ ഉപ്പ, മാലക ലാ തനാമു വന്നാസ് യനാമൂൻ, ജനങ്ങളെല്ലാം ഉറങ്ങുന്ന ഈ രാത്രിയുടെ അവസാനത്തിൽ നിങ്ങൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇന്നന്നാറ ലാ തദഉ അബാക യനാം, നരകം നിന്റെ ഉപ്പാനെ ഉറങ്ങാൻ വിടുന്നില്ല മോളെ, നരകം നിന്റെ ഉപ്പാനെ ഉറങ്ങാൻ വിടുന്നില്ല. സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് കാണാം. അദ്ദേഹം രാത്രിയുടെ ആദ്യത്തിലാണ് ഉറങ്ങുക. എന്നിട്ട് ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ഭയപ്പാടോടുകൂടി പറയും, അന്നാർ അന്നാർ, നരകം നരകം, ശഗലനി ദിക്റുൻ നാർ അനിൻ നൗമി വശഹവാത്, അതാ നരകത്തെ കുറിച്ചുള്ള ചിന്ത ഉറക്കത്തിൽ നിന്നും എന്റെ ഇച്ഛകളെ തൊട്ടും എന്നെ തടയുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ഹിർമ ഇബ്നു ഹയ്യാൻ റഹിമഹുല്ലാ അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഉറക്കെ ഉച്ചത്തിൽ ആളുകൾ എഴുന്നേൽക്കാൻ വേണ്ടി വിളിച്ചു പറയുമായിരുന്നു, അജിബ്തു മിനൽ ജന്ന കൈഫ നാമ ത്വാലിബുഹാ, സ്വർഗ്ഗത്തിനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു, അത് തേടുന്നവൻ എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക? അജിബ്തു മിനൻ നാർ കൈഫ നാമ ഹാരിബുഹാ, നരകം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, അതിനെ ഭയപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക? എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു അല്ലാഹു തആല പറഞ്ഞ ഈ വാക്ക്, അഫ അമിന അഹ്ലുൽ ഖുറാ, ആ ഗ്രാമക്കാർ നിർഭയരായിരിക്കുകയാണോ?
ആ ആളുകൾ നിർഭയരായിരിക്കുകയാണോ? അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അവരെ രാത്രിയിൽ ബാധിക്കുന്നതിനെ തൊട്ട് അവർ നിർഭയരായിരിക്കുകയാണോ എന്നുള്ള ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, നരകത്തെ കുറിച്ചുള്ള ഭയം നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എങ്കിൽ, അത് നമ്മെ സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, അത് നമ്മുടെ ഇച്ഛകളെ തൊട്ട് ഹറാമുകളെ തൊട്ട് നമ്മെ തടയുന്നില്ല എങ്കിൽ, ആ നരകത്തിനെ കുറിച്ച് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി നാം ചിന്തിക്കണം. ആ നരകത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത് നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന കഫറു ബിആയാതിനാ സൗഫ നുസ്രീഹിം നാറാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ, നിഷേധിച്ചവർ, അവരെ നരകത്തിൽ ഇട്ടിരിക്കുന്നതാണ്. കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഓരോ തവണ അവരുടെ തൊലി വെന്തുരുകുമ്പോഴും വീണ്ടും ആ വേദന അനുഭവിക്കാൻ വേണ്ടി തൊലി അവർക്ക് മാറ്റി നൽകപ്പെടും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. ദുൽമ ചെയ്ത് ആക്രമണം ചെയ്യുന്നവർക്ക് നരകം നാം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ തീ കൂടാരം പോലെ അവരുടെ മേലെ വന്ന് വീഴുന്നതാണ്. ഇനി അവർ വെള്ളം ചോദിച്ചാൽ വെന്തുരുക്കിയ ലോഹം പോലെയുള്ള പാനീയമാണ് അവർക്ക് നൽകുക. അത് അവരുടെ മുഖത്തിനെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ ആ മുഖത്തിന്റെ തൊലി ഉരുകിക്കൊണ്ട് അതിലേക്ക് വീഴുന്ന അത്രയും ചൂടുള്ള അവസ്ഥ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തണുത്ത വെള്ളം കുടിച്ചു. അതിനുശേഷം അദ്ദേഹം കരയുകയുണ്ടായി. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദക്കർതു ആയതൻ ഫി കിതാബില്ലാ. അല്ലാഹുവിന്റെ കിതാബിലെ ഒരു ആയത്ത് ഞാൻ ആലോചിച്ചു പോയി. ഏതാണ് ആയത്ത്? വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ. നാളെ കുഫാറുകളുടെ അവരിച്ഛിക്കുന്നതും അവരും തമ്മിലുള്ള ഒരു മറയിടപ്പെടും, അവർക്ക് അവർ ആഗ്രഹിക്കുന്നതും ലഭിക്കില്ല എന്നുള്ള ആയത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅറഫ്തു അന്ന അഹ്ലൻ നാർ ലാ യശ്തഊന ശൈഅൻ ഇല്ലൽ മാഅൽ ബാരിദ്. എനിക്കറിയാം നരകാവകാശികൾ തണുത്ത വെള്ളമല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നരകാവകാശികളുടെ അവസ്ഥ വിശദീകരിച്ച ഈ ആയത്ത് പാരായണം ചെയ്തു. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. നാളെ നരകാവകാശികൾ സ്വർഗാവകാശികൾ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളെ കാണുമ്പോൾ ആ സ്വർഗാവകാശികളെ വിളിക്കും. എന്നിട്ട് പറയും, അൻ അഫീദു അലൈനാ മിനൽ മാ. ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം നൽകണം, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം നൽകണം. ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് റിസ്ഖായി നൽകിയത് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പറയും. ഖാലു. അപ്പോൾ സ്വർഗാവകാശികൾ അവരോട് തിരിച്ചു പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളുടെ മേലെ അത് ഹറാമാക്കിയിട്ടുണ്ട്. ആരാണവർ? അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹ്വൻ വലഇബ. അവരുടെ ദീനിനെ കളിയും തമാശയുമായി എടുത്തവർ. വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിന്റെ ജീവിതം അവരെ വഞ്ചിതരാക്കി. ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ മറന്നുകൊണ്ട് അന്നേ ദിവസം അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കുന്നതാണ്. സഹോദരങ്ങളെ, നരകത്തിലെ ഭക്ഷണമോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശജറത്തസ് സഖൂം. നരകത്തിലെ വൃക്ഷമാണ് സഖൂം എന്നുള്ളത്. തആമുൽ അസീം. അവിടെയുള്ള പാപികൾക്കുള്ള ഭക്ഷണമാണത്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ കിടന്ന് തിളച്ചു മറിയും. കഗല്ലിൽ ഹമീം. തിളച്ച വെള്ളം പോലെ, വെന്തുരുകിയ ലോഹം പോലെ അത് തിളച്ചു മറിയും. ഖുദൂഹു ഫഅ്തലൂഹു ഇലാ സവാഇൽ ജഹീം. അല്ലാഹു പറയും, അവനെ വലിച്ചു കൊണ്ടുപോവുക, നരകത്തിന്റെ നടുഭാഗത്തേക്ക് അവനെ വലിച്ചു കൊണ്ടുപോവുക. ഹുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. പിന്നെ അവന്റെ തലയുടെ മുകളിലായി തിളച്ച വെള്ളത്തിന്റെ ശിക്ഷ അവന്റെ മേലെ ചൊരിയുക. റുഖ്. നീ ആസ്വദിച്ചുകൊള്ളുക. ഇന്നക അൻതൽ അസീസുൽ കരീം. ദുനിയാവിൽ നീയായിരുന്നല്ലോ പ്രതാപി, നീയായിരുന്നല്ലോ മാന്യൻ, നീ ഇവിടെ ആസ്വദിച്ചുകൊള്ളുക. ഇന്ന ഹാദാ മാ കുൻതും തംതറൂൻ. നീയാണല്ലോ സംശയത്തിലായിരുന്നല്ലോ ഈ നരകത്തെ കുറിച്ച്. അതേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തീയിനെ സൃഷ്ടിച്ച അല്ലാഹുവാണ് പറയുന്നത്. ഒന്ന് നേരെ നോക്കിയാൽ കണ്ണഞ്ചി പോകുന്ന സൂര്യനെ സൃഷ്ടിച്ച അല്ലാഹുവാണ് പറയുന്നത്. ഈ ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകാഗ്നി അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. നാളെ പരലോകത്ത് 70,000 ചങ്ങലകളിൽ ഓരോന്നിലും 70,000 മലക്കുകൾ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. അന്ന് ആ നരകത്തിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ ഒരു മാറ്റമുണ്ടാക്കിയിട്ട് കാര്യമുണ്ടാകുകയില്ല. അന്ന് നമ്മൾ ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ ദിവസത്തെങ്കിൽ ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ട് കാര്യമുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലല്ലദീന ഫിന്നാർ ലിഖസനതി ജഹന്നം. നരകത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയും, ഉദ്ഉ റബ്ബക്കും യുഖഫിഫു അന്നാ യൗമ മിനൽ അദാബ്. നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും കുറച്ചു തരാൻ, ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും കുറച്ചു തരാൻ. ഖാലു. അപ്പോൾ ആ കാവൽക്കാർ ചോദിക്കും, അവലം തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കൊണ്ട് റസൂലുകൾ വന്നില്ലേ? അവർ പറയും, ഖാലു ബല, വന്നിരുന്നു. അപ്പോൾ പറയും, ഫദ്ഉ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ. എന്നാൽ നിങ്ങൾ തന്നെ ദുആ ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥന കുഫാറുകളെ
പ്രാർത്ഥന, ആ നരകത്തിലെ വിളിയാളം ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, നമുക്കുള്ള അവസരം ഈ ദുനിയാവാണ്. നമ്മുടെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വഴിയൊരുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആസ്വാദനങ്ങൾ ഉണ്ടാകില്ല, ഹറാമിൽ മുഴുകിയതുണ്ടാകില്ല, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിച്ച് നമ്മോടൊപ്പം ഉണ്ടാകില്ല. അതുകൊണ്ട് ആ നരകത്തെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, കുഫാറുകൾക്ക്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് നരകമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, അവർക്ക് മരണമില്ല, മരണമുണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്ന് മരിക്കാമായിരുന്നു. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു അംശം പോലും കുറക്കുകയുമില്ല. എന്നിട്ട് പറഞ്ഞു, കദാലിക നജ്സി കുല്ല കഫൂർ, എല്ലാ നന്ദി കെട്ടവനും നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, അവർ അവരുടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറ അല്ലദീ കുന്നാ നഅമൽ, റബ്ബേ ഞങ്ങളെ ഒന്ന് പുറത്താക്കണം, ഞങ്ങൾ ചെയ്യാതിരുന്ന സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം. അപ്പോൾ അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള സമയം, ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരും വന്നില്ലേ? ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, അക്രമികൾക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു പറയും. സഹോദരങ്ങളെ, നരകം സത്യമാണ്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ സൂക്ഷിച്ച് അതൊഴിവാക്കി നരകശിക്ഷയെക്കുറിച്ച് ഭയപ്പെട്ട് നരകത്തെക്കുറിച്ചുള്ള ചിന്ത, പാപങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ നന്മകൾ ചെയ്യാനും നമുക്ക് പ്രേരണയേകുന്നതിൽ നാം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.